മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, കറൻ്റ്ലി അദ്ദേഹം വർക്കിംഗ് ആണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുലദേവത നമുക്കുണ്ടല്ലോ. അപ്പോൾ ഈ കുടുംബദേവതയുടെ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സർ. അതെ. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഇരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ശനിയാഴ്ചയാണ് നമ്മൾ ഇരുന്നത്. മറ്റേ ആ ക്ഷേത്രത്തിൽ പോയത്. അപ്പോൾ അദ്ദേഹം വിളിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ ജോലി ചെയ്യുന്ന കൊണ്ട് തന്നെ സ്ട്രെസ്സാണ്. ഈ ജോലിക്കാരെല്ലാവരും അടിമകളെ പോലെയാണ് ജോലി ചെയ്യുന്നത്. അതൊരു സത്യമായ കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയത് അവർക്ക് സൂട്ടബിളായിട്ടുള്ള ജോലിക്കാരെ വാർത്തെടുക്കാനാണ്. അതുതന്നെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞവരൊക്കെ ജോലി കിട്ടുമോ എന്ന് നോക്കണം. ഡോക്ടർ നോക്കുന്ന എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്നാണ്. എഞ്ചിനീയർ നോക്കണ എവിടെയും ജോലി കിട്ടുമോ. തങ്ങൾക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് സ്വയം പര്യാപ്തമായിട്ട് എന്ത് ചെയ്യാന്ന് ആരും നോക്കുന്നില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ. ഇപ്പോൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇൻ്റർഫിയർ ചെയ്യാണ്. എല്ലാവരും ഇവിടെ നിന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിയുടെ സമയങ്ങളൊക്കെ നോക്കി പുറം രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ നമ്മളെ കൊണ്ട് എക്സ്ട്രാ പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പണിയെടുക്കുന്ന അനുസരിച്ചുള്ള വേതനം നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷെ അവരുടെ വർക്ക് കൾച്ചർ അനുസരിച്ചിട്ട് പ്രയോറിറ്റി ഡിഫറൻസ് ഉണ്ട്. ഫാമിലിക്കാണ്. ജർമ്മനിയിലൊക്കെ നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞാൽ കടകൾ പോലും പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് ഓൺ ടൈമിൽ അവരെത്തും. ഇവിടെയുള്ളവർ ഇപ്പോൾ അബ്രോഡുള്ള ഇപ്പോൾ വലിയൊരു ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രോഡുള്ള പല കമ്പനിയുടെ ഹെഡ് ഓഫീസസ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വരാൻ പോവാണ്. പലതും ഇപ്പൊ അതിനുള്ള ക്രമീകരണങ്ങൾ. അതേപോലെ അവിടെയുള്ളവരുടെ ജോലി പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറഞ്ഞ വേതനത്തിൽ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും ഡേ ഷിഫ്റ്റ് ആണെങ്കിലും ഏത് ഷിഫ്റ്റ് ആണെങ്കിലും ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ. അല്ല, അതില് വേറെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ ലേബർ റൂളൊക്കെ ഉണ്ട്. നമ്മുടെ വിഷയം എനർജി ആണെങ്കിൽ നമ്മുടെ ലേബർ റൂൾ ഉണ്ട്. 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ കഷ്ണം പോലീസിൽ ജോലി ചെയ്യുന്നവർ, അതുകൂടാണ്ട് ഹോസ്പിറ്റലിൽ നേഴ്സുമാർ ജോലി ചെയ്യുന്നവർ, എത്ര മണിക്കൂർ ഇവർ നിൽക്കേണ്ടി വരും. അതൊക്കെ ഭരണാധികാരി നോക്കണ്ട. എന്നാൽ എത്ര പേര് PSC റാങ്ക് ലിസ്റ്റ് പോലീസിലും നേഴ്സും മറ്റേ ഗവൺമെന്റ് സർവീസിലും എത്ര പേരുടെ റാങ്ക് ലിസ്റ്റ് ലാപ്സ് ആകുന്നുണ്ടെന്നറിയാം. എത്ര പേര് വിളിക്കുന്നുണ്ടെന്നറിയാമോ? ഇതൊക്കെ ഗവൺമെന്റ് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യമാണ്. ദൈവത്തിന് അതിലൊന്നും ചെയ്യാനില്ല. അവരുടെ തീരുമാനങ്ങൾ അത് കാർമ്മിക വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വിഷയം. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ വ്യക്തി ജോലി ഇതായിട്ട് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന് തോന്നുന്നു ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്താൽ എന്താണെന്നാണ് നോക്കണം. ആ ബിസിനസ് ചെയ്യണ സമയത്താണ് നമുക്ക് കുടുംബദേവതയുടെ ഇൻഡ്യൂഷൻ കിട്ടണത്. ആ സമയത്താണ് കുടുംബദേവതയുടെ ഇൻഡ്യൂഷൻ കിട്ടണത്. അപ്പോൾ കുടുംബദേവത അപ്പോഴാണ് വരുന്നത്. നീ ബിസിനസ് ചെയ്യണമെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്ന് നിനക്ക് ഞാൻ ലാഭം ഉണ്ടാക്കി തരാം. ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ജോലി ചെയ്യുന്ന മുതലാളി ലാഭം ഉണ്ടാക്കും. അപ്പോൾ ആ കുടുംബദേവത അപ്പോഴാണ് പ്രസൻസ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ ഉണ്ട്, ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം റിസൈൻ ചെയ്ത് ബിസിനസ്സിലേക്ക് പോകാൻ പറഞ്ഞു. കാര്യം ബിസിനസ്സിൽ നമ്മൾ തന്നെയാണ് ഡിസൈഡിങ് ഫാക്ടർ. നമ്മൾ തന്നെയാണ് അതിൻ്റെ ദേവനല്ലേ ഈ ദേവി. അപ്പോൾ അവിടെ കുടുംബദേവത പറയുന്നത് എൻ്റെ അടുത്ത് വരിക, ഞാൻ അവന് അനുഗ്രഹം കൊടുക്കാമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കുടുംബദേവതയുടെ അവിടെ പോവുക. ഒന്നും വഴിപാട് ചെയ്യാൻ ഇതാണെന്ന് വെക്കേണ്ട. നിങ്ങൾക്ക് എന്ത് സാധിക്കുമോ അത് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഒരു പാക്കറ്റ് ചന്ദനത്തിരി കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു കുപ്പി 100 ഗ്രാം എണ്ണ കൊടുക്കുക, അല്ലെങ്കിൽ യഥാശക്തി ദക്ഷിണ ഇടുക. അതിലും കൂടുതലുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വഴിപാട് ചീട്ടാക്കുക, അല്ലെങ്കിൽ അന്നദാനത്തിൽ ചീട്ടാക്കുക. അതാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അന്ന് പോയ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്നത് 800 രൂപ അന്നദാനത്തിലാണെന്ന് പറഞ്ഞ് കൊടുക്കുകയായിരുന്നു. എന്തുകൊണ്ട് 800 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ സംഖ്യയാണ്. 8 അഷ്ടലക്ഷ്മി. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുത്തത്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ റിസ്ക് എടുക്കുക. നമ്മുടെ റിസ്കിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബദേവതയുടെ അനുഗ്രഹം ചോദിക്കുക. കുടുംബദേവതനെ ശരണാഗതി അടയുക. അനുഗ്രഹം ചോദിക്കുകയല്ല, ശരണാഗതി അടയുക. അപ്പോൾ അവർ എനർജി നമ്മളിലൂടെ വർക്ക് ചെയ്യും. അതാണ് ആ കൺസൾട്ടേഷനിലെ നമ്മുടെ അനുഭവം. ഓക്കെ, നന്ദി, നമസ്കാരം. നമസ്കാരം സാർ. സാർ അങ്ങനെ തന്നെ ഇരിക്കണേ.